ചോദിക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് ഒരു കമ്പനി ഉണ്ടോ? ഷോ മണി കാണിക്കാന്ന് പറഞ്ഞിട്ട് പൈസ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ഏജൻസീസ് ഉണ്ട് ഇപ്പോൾ. സോ അവരെ പറ്റി എന്താ പറയാനുള്ളത്? പറ്റിക്കപ്പെടുന്നത് നമ്മളുടെ ഒരു കഴിവില്ലായ്മ തന്നെയാണ്. കാര്യം നമ്മളുടെ ഒരു മണ്ടത്തരം കൊണ്ട് തന്നെയാണ്. പറ്റിക്കാനായിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നിടത്താണ് അവര് നമ്മളെ പറ്റിക്കുന്നത്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫേംസ് ഉണ്ട്. ഇതിലൊന്നും പോകാതെ 10 രൂപ ലാഭം നോക്കി പോകുന്നിടത്ത് പറ്റിക്ക് തന്നെ നടക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് കൊടുക്കാൻ പറ്റുന്നതിന് ഒരു അളവുണ്ട്, ഒരു എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് താഴെ കൊടുക്കുന്നത് ഉടായ്പ തന്നെയാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു ഫോർജറി കാണും, അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് കാണും. ലൈസൻസ് ഇല്ലാതെ ഇവിടെ പ്രവർത്തിക്കുന്ന എത്രയധികം കമ്പനികളുണ്ട്, എത്ര മാൻ പവർ കമ്പനികളുണ്ട്, എത്ര ഇമിഗ്രേഷൻ കമ്പനികളുണ്ട്, എത്ര ടിക്കറ്റ് ബുക്കിംഗ് കമ്പനികളുണ്ട്, എത്ര മാനേജ്മെന്റ് കമ്പനികളുണ്ട്, പല കമ്പനികളുമുണ്ട്. ഇപ്പൊ അബ്രോഡ് പോയ ഒരാൾ നാളെ ഏജന്റാണ്. കാര്യം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ എന്റെ സ്റ്റുഡൻസിനോട്, എന്നെ വിളിക്കുന്ന ഒരാളോട് ഇത്ര നാളെ ചോദിക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് ഒരു കമ്പനി ഉണ്ടോ, രജിസ്റ്റേർഡ് ആയിട്ടൊരു ഫേം ഉണ്ടോ, ഷോ മണി കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫണ്ടിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗൈഡൻസ് കൊടുക്കുന്നു, ഫിനാൻഷ്യൽ കൗൺസിലിംഗ് കൊടുക്കുന്നു. ഇവർക്ക് നാളെ പോയി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നാളെ പോയി നിങ്ങൾക്ക് ചോദിക്കാനായിട്ട് ഒരു കമ്പനി ഉണ്ടോ? പറയും എന്റെ കമ്പനി അവിടെയാണ്, കോഴിക്കോടാണ്, മലപ്പുറത്താണ്, കാസർഗോഡാണ്, കണ്ണൂരാണ്, കോട്ടയത്താണ്, പല സ്ഥലവും പറയും. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളുടെ റെഫറൻസ് എടുത്ത് നോക്കുക. ഇവരുടെ അനുഭവം, ഇവരുടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, ഇവര് സർവീസ് കൊടുത്ത സർവീസ് എടുത്തിട്ടുള്ള ആളുകളെ വിളിച്ചു ചോദിക്കും. എന്നിട്ട് മാത്രം ഒരാളെ കണ്ണും പൂട്ടി വിശ്വസിക്കണം. ആ കമ്പനിയെ കുറിച്ച് അന്വേഷിക്കണം, അവരെ പഠിക്കണം. എന്നിട്ട് മാത്രം ഒരു കമ്പനിയിലോട്ട് അല്ലെങ്കിൽ ഒരാളെ സമീപിക്കും. മനസ്സിലായി? പറ്റിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കുന്നിടത്താണ് നമ്മളെ പറ്റിക്കുന്നത്. നമ്മൾ പറ്റിക്കാനായിട്ട് തയ്യാറല്ലെന്ന് വരുന്നവരോട് മുഖത്ത് നോക്കി പറയാനായിട്ട് പറ്റണം.